കക്ഷിക്കും ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന കക്ഷിക്കും കൊടുത്തിരിക്കുന്ന നമ്പർ തമ്മിലുള്ള വ്യത്യാസം വളരെ ചെറുതാണ്. അതുകൊണ്ട് കാലാകാലത്തും പ്രതിപക്ഷത്ത് ഇരിക്കേണ്ട പ്രതിയൊന്നും വന്നുകൊള്ളണം എന്നില്ല. ഇപ്പോൾ അവർ സർക്കാർ ഉണ്ടാക്കുമൊക്കെയായി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ടാണ് ഈ അപ്രോപ്രിയേറ്റ് ടൈം എന്ന വേർഡ് ബോധപൂർവ്വം നേരത്തെ തീരുമാനത്തിനനുസരിച്ച് അധ്യക്ഷൻ ഖാർഗെ പ്രയോഗിക്കാൻ അപ്രോപ്രിയേറ്റ് ടൈം. എന്നുവെച്ചാൽ നാച്ചുറലി ഈ ഗവൺമെന്റിന് അത്ര വലിയ ഒരു ദൃഢത ഉണ്ടാവും എന്ന് പ്രതിപക്ഷം കരുതുന്നില്ല. കാരണം ആശയപരമായി തന്നെ സംഘർഷം ഉള്ള പാർട്ടികളാണ്. ഈ BJP-യുടെ ഇതുവരെ നമ്മൾ കണ്ട നയങ്ങളോടൊക്കെ പൂർണ്ണമായിട്ട് യോജിക്കുന്ന പാർട്ടികളല്ല കൂടെ ഉള്ളത്. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പഴയ രീതിയിലായിരിക്കില്ല ഭരണം. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കുന്നതാണ് അടുത്ത ചർച്ച. അല്ല, അപ്പൊ ഈ ഒരു വിഷയത്തിനുള്ള നിലപാട് അതാണ്. പിന്നെ അടുത്ത് തന്നെ അവർക്ക് പിന്നെ സ്ട്രക്കാകുന്ന സ്ഥിതി. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. വരും എന്നാണ് പ്രതിപക്ഷം വില എത്തിയിട്ടുള്ളത്. അതാണ് എന്നുള്ള രാഹുൽ ഗാന്ധിക്ക് തന്നെയായിരിക്കും സാധ്യത. ഇപ്പം വലിയ പാർട്ടി കോൺഗ്രസ് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ആ തീരുമാനം വന്നതിന് ശേഷമല്ലേ ഇപ്പൊ കേരളത്തിലൊക്കെ UDF-ന്റെ പ്രവർത്തന ശൈലിയില്ലേ ഏറ്റവും വലിയ പാർട്ടി അവരെ നേതാവ് അവരെ തീരുമാനിക്കുന്ന കാര്യമാണ്. ലഭിക്കാൻ സാധ്യതയുള്ള രാജ്യസഭാ സീറ്റ് കോൺഗ്രസിന് കൊടുത്ത് പകരം വയനാട് ആവശ്യപ്പെടുന്ന വാർത്തകളുണ്ട്. നിങ്ങൾ ഭാവനയിൽ ഓരോന്ന് തെരഞ്ഞെടുത്ത് ചോദിച്ചാൽ ഞാൻ എന്താ മറുപടി പറയും? അങ്ങനൊന്നുമില്ല. അങ്ങനൊന്നും ആലോചിച്ചിട്ടില്ല. ഒരു കാര്യമില്ല. ഇപ്പോൾ രാജ്യസഭാ സീറ്റേ ഉള്ളൂ. അതൊക്കെ തീരുമാനമായ കാര്യങ്ങളാണ്. വയനാട് കോൺഗ്രസ് തന്നെ മത്സരിക്കും. അതിലൊന്നും ഒരു കഥയും വേണ്ട. ഈ LDF-ലെ രാജ്യസഭാ സീറ്റ് തർക്കം ജോസ് കെ മാണിക്ക് ഇതിന്റെ അവകാശമുണ്ടാവുന്നുണ്ടോ? CK കൊടുക്കാൻ തയ്യാറാക്കുന്ന ദിവസങ്ങളുണ്ട്. അത് UDF എങ്ങനെയാണ് കാണുന്നത്? അല്ല, അതിന്റെ പിന്നാലെ ഇപ്പം ഞങ്ങൾ പോകുന്നില്ല. അത് അവരുടെ ആഭ്യന്തര കാര്യങ്ങളാണ്. അത് അവർ തീരുമാനിക്കട്ടെ. ഞങ്ങളുടെ രാജ്യസഭാ സീറ്റിന്റെ കാര്യം ഞങ്ങൾ തീരുമാനിക്കാം. അവരുടെ ആഭ്യന്തര കാര്യ ഇടപെടുന്നില്ല. അവർ തർക്കത്തിലാണെന്നറിയാം. ഈ കേരളത്തിലെ പുതിയ സാഹചര്യത്തിൽ ഇപ്പോൾ വലിയ വിജയം ലഭിച്ചു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണി രൂപീകരിക്കണമെങ്കിൽ വിട്ടുപോയ കക്ഷികളെ തിരികെ കൊണ്ടുവരണം. അതിന് സജീവ ശ്രമം ആരംഭിക്കുകയാണ്. ഇതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മളിപ്പോ അവിടുന്ന് ഒഴിഞ്ഞു വീഴുന്നുണ്ടോ എന്ന് നോക്കി അതിന്റെ പുറകെ പോകുന്ന പരിപാടിയൊന്നും ഇല്ല. ഓക്കെ, വളരെ ഡീസൻ്റായിട്ട് ഉള്ള ഒരു അപ്രോച്ചാണ് ഞങ്ങളൊക്കെ എടുക്കാറുള്ളത്. അതൊക്കെ അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. അവർക്ക് അതിനുള്ള ബുദ്ധി, അതിനുള്ള പാർട്ടി സെറ്റപ്പ് കാര്യങ്ങളൊക്കെ പാർട്ടികളും തീരുമാനിക്കണം. വയനാട്ടിൽ പ്രിയങ്ക അല്ല, ഞാൻ പറഞ്ഞു ആ കാര്യം കോൺഗ്രസ് തീരുമാനിക്കേണ്ടതാണ്. ആര് വന്നാലും ഞാൻ ഇലക്ഷന് മുമ്പ് ആവർത്തിച്ചത് പറയുന്നത് രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥി ആയപ്പോൾ പറഞ്ഞത് ഇപ്പോഴും പറയാം. കോൺഗ്രസിൽ ഏത് കാൻഡിഡേറ്റ് വന്നാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ അവിടുന്ന് പാട്ടും പാടുകയും. ഈ കേരളത്തിലെ വിജയം എന്ന് പറയുമ്പോഴും തൃശ്ശൂരിൽ മുരളീധരനുണ്ടായ ഒരു വലിയ തിരിച്ചടിയാണ്. അത് UDF ഒന്നാകെ, അത് പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ വോട്ട് പോയി എന്നൊക്കെയുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമാണ്. മുരളീധരൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറുമെന്നുള്ള ഭീഷണി എന്ന് പറയുന്നില്ല. അദ്ദേഹം അനുനയിപ്പിച്ച് നിർത്തേണ്ട ഒരു ആവശ്യകതയുണ്ടോ? അല്ല, അങ്ങനെയൊന്നും ഉണ്ടാവും എന്ന് തോന്നുന്നു. ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വിഷമം അദ്ദേഹം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം വളരെ സജീവമായി തന്നെ രാഷ്ട്രീയത്തിൽ എടുക്കുകയും ഒരുപാട് റോള് ഇനി എടുക്കുകയും ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ മുരളീധരൻ വയനാട് സീറ്റ് നടന്നില്ല. മുരളീധരൻ എവിടെയെല്ലാം പറയാം. മുരളീധരന് എങ്ങോട്ടും ഫിറ്റാണല്ലോ. ഇങ്ങനെ പോയി വടകര വന്ന് വമ്പൻ ജയം നേടി. അതുപോലെ തന്നെ വയനാട്, കോഴിക്കോടും ഒക്കെ മത്സരിച്ചിട്ട് ഞങ്ങളുടെ ഒരു സീറ്റായ കൊടുവള്ളി വിളിച്ചിട്ടുണ്ട്. ഒരുപാട് അതെ, മുരളീധരൻ കരുണാകരന്റെ മകൻ എങ്ങോട്ടും ഫിറ്റാണ്. ഇപ്പോ പിന്നെ തൃശ്ശൂരിൽ തോറ്റിയിട്ട് വന്നു വിചാരിച്ചത് വലിയ
ഒരു സംഭവമൊന്നുമല്ല. പക്ഷെ അത് അവർ പരിശോധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒരു ഫൈറ്റർക്ക് ജയമുണ്ടാവും, തോൽവിയുണ്ടാവും. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ CAA തുടങ്ങിയ വിഷയങ്ങളിൽ ഗംഭീരമായ ലീഗൽ കോർഡിനേഷൻ ചെയ്യുകയും സുപ്രീം കോടതി മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യുന്ന ഹാരിസ് ബീരാനെ രാജ്യസഭയിലേക്ക് ലീഗ് പരിഗണിക്കുന്നു. അതൊന്നും എൻ്റെ പരിധിയിൽ വരുന്ന കാര്യമല്ല. അത് തങ്ങൾ പറയേണ്ട കാര്യമാണ്. ഞങ്ങളത് സംബന്ധിച്ചുള്ള അജണ്ട വന്നതിന് ശേഷം ആ കാര്യം പറയാം. അതൊക്കെ ഇതിന് വന്നിരിക്കുന്നതല്ല. ഹാരിസ് ബീരാൻ നമ്മളോട് വരുമ്പോഴൊക്കെ ഉണ്ടാവുമല്ലോ. അത് അർഹതയുള്ള ആളാണ്, അർഹതയുണ്ട്. ഇപ്പൊ എന്നെ കൊണ്ട് പറയിപ്പിക്കാതെ അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.